തിരുവനന്തപുരത്ത് നിന്നൊരു വാർത്ത വരുന്നത് കേട്ടു. അവിടുത്തെ ഒരു കള്ളനെ പിടിച്ചു പോലീസ്. ആ കള്ളൻ എന്താ ചെയ്തത്? കമ്മീഷണർ ഓഫീസിന് മുന്നിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ചു. തീക്കട്ടിൽ ഉറുമ്പരിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ല. അക്ഷരാർത്ഥത്തിൽ അത് തന്നെ സംഭവിച്ചു. പക്ഷെ നമ്മുടെ പോലീസ് വെറുതെ വിടുമോ? കമ്മീഷണർ ഓഫീസിന്റെ മുന്നിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ച കക്ഷിയെ തൊട്ടടുത്ത് മാനവീയ വീഥിയിൽ നിന്ന് പിടികൂടി. പ്രതിയുടെ പേര് അമൽ സുരേഷ്. കന്റോൺമെന്റ് പോലീസാണ് പ്രതിയെ പിടികൂടിയത്. സുനിഷ അയ്യൂരുണ്ട്. സുനിഷ അയ്യൂർ, ഗുഡ് മോർണിംഗ്. ഇയാള് തമാശയ്ക്ക് ചെയ്തതാണോ സീരിയസ് ആയിട്ട് ചെയ്തതാണോ? ഏതായാലും തൊട്ടടുത്ത് മാനവീയ വീതിയിൽ നിന്ന് അയാളെ പൊക്കിയല്ലോ. തീക്കട്ടയിൽ ഉറുമ്പരിച്ചു എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇയാളാണോ ആ ഉറുമ്പ്? അമൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ഇവിടെ നോക്കുമ്പോൾ ഇയാൾ തന്നെയാണ് ഉറുമ്പെന്ന് പറയുന്നത്. സജോ നേരത്തെ ഇടപ്പള്ളിയിൽ സഞ്ചരിച്ചുകൊണ്ട് ബൈക്ക് മോഷ്ടിക്കുന്നതൊക്കെ പറഞ്ഞെങ്കിൽ ഇവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് തന്നെയാണ് ബൈക്ക് മോഷ്ടിക്കുന്നത് എന്നൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ അമൽ സുരേഷ് പരാതി കൊടുക്കാനായാണ് കമ്മീഷണർ ഓഫീസിലേക്ക് എത്തുന്നത്. പക്ഷേ പരാതി കൊടുത്ത് തിരിച്ചു പോകുമ്പോൾ ഈ ബൈക്കും മോഷ്ടിച്ച പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും കള്ളനെ പിടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ. ഏതായാലും സ്വാഭാവികമായിട്ടും പോലീസ് സ്റ്റേഷനിൽ കമ്മീഷണർ ഓഫീസിന് മുന്നിൽ നിന്നാണ് ബൈക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ പോലീസുകാരന്റെ ബൈക്ക് കൂടിയാണ്. അതുകൊണ്ട് തന്നെ CCTV ഒക്കെ നോക്കി പോലീസ് ഈ പ്രതിക്ക് പിന്നാലെ തന്നെ, കള്ളന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി തന്നെ പൂജപ്പുരം സ്വദേശിയായ അയാളെ പിടികൂടുകയും ചെയ്തത് തൊട്ടടുത്തുള്ള മാനവീയത്ത് വെച്ച് തന്നെയാണ് പിടികൂടിയത്. അമൽ സുരേഷ് ആണ് പ്രതിയുടെ പേര്. ഏതായാലും ഇയാൾ നേരത്തെയും ഇത്തരത്തിൽ മോഷണം നടത്തുന്ന ആളാണോ, സ്ഥിരം മോഷ്ടാവാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. സ്വാഭാവികമായും മറ്റിടങ്ങളിൽ പോയി മോഷ്ടിക്കുന്നത് പോലെയല്ലോ പോലീസ് സ്റ്റേഷനിൽ പ്രധാനമായും പോലീസ് കമ്മീഷണർ ഓഫീസിന്റെ തൊട്ടു മുന്നിലെ പോലീസുകാരന്റെ ബൈക്ക് എടുത്ത് പോവുക എന്ന് പറയുന്നത് ആ ധൈര്യവും അത് വേറെയാണല്ലോ. അതുകൊണ്ട് തന്നെ ഏതായാലും കൂടുതൽ ഇത്തരത്തിൽ മോഷണം നടത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസമാണ് രാവിലെയാണ് ഇത് മോഷണം പോയത്. ഏതായാലും രാത്രിയോടുകൂടി തന്നെ പോലീസ് മാനവീയം വീതിയിൽ വെച്ച ഇയാളെ പിടികൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.